കുഞ്ഞിച്ചോ മീനസാൻ നമ്മുടെ സാൻ മേസന്റെ സീസൺ 1 എപ്പിസോഡ് 9 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഈ സീരീസിന്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ സ്ലോ ആയിട്ട് പോകുന്നതിന്റെ അതിന്റെ ഒരു പ്രശ്നം കാണും, പക്ഷെ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഒരൊറ്റ ചാപ്റ്ററാണ് നമ്മൾ മിക്ക വീഡിയോസിലും കവർ ചെയ്യുന്നത്, അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട. അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അതുമാത്രമല്ല ഇതിനെപ്പറ്റിയുള്ള ഒരു ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ നിങ്ങൾക്ക് മിസ്റ്റർ മൈറ്റ് മഹയും നാനോമിഷനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മുറിയും സൈക്കോപാത്ത് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സീരീസിന്റെ എക്സ്പ്ലോറേഷൻ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മെയിൻ പേജിൽ തന്നെയാണ്. സോ അതും എന്തായാലും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നിർത്ത് ആ കിളവൻ പറയും ചെയ്യും, ഡ്രേക്ക് ഇത്രയും നിനക്ക് ചെയ്യാനുള്ളോ? സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ബോറിംഗ് ആണ്. ഒരു ബോസ് അല്ലേ, ഒരു ഡഞ്ചന്റെ ബോസ് എന്റെ മുമ്പിൽ തലകുനിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞ അതിനിട്ട് എരിവ് കയറ്റുകയാണ്. പെട്ടെന്ന് ദേഷ്യം വന്നത് ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് പോയി. അത് തന്നെ ഒരു ബോസ് ആണെങ്കിൽ മിനിമം നീ ഇതെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതൊരു മാസീവായുള്ള അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആ അറ്റാക്ക് പോയ സ്ഥലങ്ങളിൽ മുഴുവൻ ഡിസ്ട്രക്ഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു അറ്റാക്ക് കഴിഞ്ഞു. ആ ഒരു ഡ്രേക്ക് അവനെ നോക്കുകയും ചെയ്തു. അതുകൊള്ളാം, നീ ഇപ്പോൾ എന്നെ അന്വേഷിക്കണോ? പെട്ടെന്ന് അത് ഞെട്ടി. അടുത്ത നിമിഷം മുകളിൽ നിന്ന് ഒരു മാസിവുള്ള സോഡ് ആ ഒരു ഡ്രേക്കിന്റെ നെഞ്ചത്തേക്ക് കുത്തി തറച്ചു. വേദന കൊണ്ട് അത് ഉച്ചത്തിൽ കിടന്ന് അലറാൻ തുടങ്ങി. അതേ നിമിഷം അവൻ നേരെ നിലത്തേക്ക് വന്നിറങ്ങി. ഒരു വർഷത്തോളം ഈ മരുഭൂമിയിൽ കിടന്ന് ഞാൻ അന്വേഷിച്ചിട്ടാണ് ഞാൻ നിന്നെ കണ്ടെത്തിയത്. അത് നിന്റെ ഹൃദയത്തിന് വേണ്ടിയായിരുന്നു. ക്രിയോൺ, അതെടുത്തോളൂ. നീ ചാകാൻ സമയമായിരിക്കുന്നു. അടുത്ത നിമിഷം ക്രിയോണിൽ നിന്ന് ഒരു മാസീവുള്ള എനർജി അവിടെ റിലീസ് ചെയ്യപ്പെട്ടു. സത്യം പറഞ്ഞ ആ ഒരു ഡ്രേക്ക് ശരിക്കും വേദന കൊണ്ട് കിടന്ന് അലറാനും തുടങ്ങി. അടുത്ത നിമിഷമാണ് അതവിടെ സംഭവിച്ചത്. പെട്ടെന്ന് ക്രിയൻ മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം അത് പല കഷ്ണങ്ങളാക്കി മാറി. അതേപോലെ തന്നെ വീണ്ടും അതൊരു പുതിയൊരു സോഡ് എന്ന രീതിയിൽ വന്നിരിക്കുകയും ചെയ്തു. എന്നിട്ട് അതേപോലെ തന്നെ അവന്റെ കയ്യിലേക്ക് അത് വന്നിരുന്നു. ക്രിയോൺ, നീ ശരിക്കും സ്ട്രോങ്ങറായി മാറിയല്ലോ. ഡാ കിളവാ, തനിക്ക് ശരിക്കും വട്ടാണല്ലേ? സോഡുമായിട്ടല്ലേ നീ സംസാരിക്കുന്നത്? പക്ഷെ ഉള്ളത് പറയാലോ, നീ ഡ്രേക്കിനെ ഡിഫീറ്റ് ചെയ്ത് അതെന്തായാലും കൊള്ളാം. നീ ശരിക്കും ഓവർ പവർഡ് ആണല്ലോ. കൊള്ളാട വിഡ്ഢി, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ആ, ഞാൻ ജസ്റ്റ് ചത്തില്ലെന്നേ ഉള്ളു, ഭാഗ്യം കൊണ്ട്. പിന്നെ കാണിക്കുന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അവൻ ആ ലാവയിലേക്ക് വീഴാൻ പോയ അടുത്ത സെക്കൻഡ് സിയോൺ ചാകരുതെന്നും പറഞ്ഞ് പെട്ടെന്ന് അവൻ അവൻ്റെ പവർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്തു. അടുത്ത നിമിഷം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സാൻഡ് എല്ലാം കൂടെ അവൻ്റെ ചുറ്റിനും വന്ന് ഒരു ബാരിയർ പോലെ ക്രിയേറ്റ് ചെയ്ത് അവനാട്ടെ അതിൻ്റെ മുകളിൽ സേഫായിട്ട് വന്ന് വീണു. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടത്. നിന്റെ ഫൈറ്റ് കാരണമുള്ള ഒടുക്കത്തെ ഷോക്ക് വേഗം രക്ഷപ്പെട്ട് എൻ്റെ റിഫ്ലക്സ് ഇമ്പ്രൂവ് ആയെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് മാത്രമാണ്. കൊള്ളാം കൊള്ളാം, ഒരു വിഡ്ഢി എന്തായാലും ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ, ബാ, ഇനി എന്തായാലും പോകാൻ സമയമായി. എന്തായാലും ഡഞ്ചൻ ബോസ് മരിച്ച സ്ഥിതിക്ക് ഈ ഒരു ഡഞ്ചൻ പെട്ടെന്ന് തന്നെ കൊളാപ്സ് ആവുന്നതാണ്. നമ്മൾ രണ്ടുപേരും പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് അവൻ തൂക്കിയെടുത്തു. അല്ല, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? അതോ, അത് ദേ ഇതിനാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെടുത്ത് ദൂരത്തേക്ക് എറിഞ്ഞു. അതാകട്ടെ ഒരു മാന പോർട്ടലിന്റെ നേരെയാണ്. എടാ പ്രാന്ത, നിനക്ക് ശരിക്കും ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോ അടുത്ത നിമിഷം അവൻ ഞെട്ടി. കാര്യം ലിറ്ററലി അവൻ മരുഭൂമിയിലാണ് വന്ന് വീണത്. പെട്ടെന്ന് ആ ഒരു പോർട്ടലിൻ്റെ അകത്ത് അവൻ നേരെ പുറത്തേക്ക് വന്നു വീണു. നാശം, അതെന്തുവായിരുന്നു? അതെന്തുവാണെന്നോ? നീ ഇപ്പൊ ഡഞ്ചന്റെ പുറത്താണ്. എന്തേ, നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലേ? ആ സമയത്ത് ആ തിയറി പറയാൻ പോയപ്പോഴാണ്, ഡജർക്ക, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്റെ എബിലിറ്റി ഉണ്ടല്ലോ, ഈ സാൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അതെനിക്ക് വേണമെന്നുണ്ട്. പക്ഷെ നീ ഇപ്പോൾ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ്. നിന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ല. ഇൻക്രെഡിബിളി വീക്കുമാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു ചോയ്സ് തരാനായിട്ട് പോകുവാണ്. ദേ, ആ കാണുന്ന വഴി നീ നേരെ നടന്നു കഴിഞ്ഞാൽ നിയോസിയോയിലേക്ക് നിനക്ക് തിരിച്ചെത്തും. പിന്നെ അവിടെയുള്ള ആ ഒരു പട്ട് ജീവിതം ജീവിച്ച് നിന്റെ കാലം കഴിക്കാം. അതിനു പുറമെ നീ എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നീ കുറച്ചുകൂടെ നല്ലൊരു വിട്ടിയായിട്ട് മാറും. നീ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും നല്ലൊരു വിട്ടി. അല്ല, താങ്കൾ എന്താണ് ഈ പറയുന്നത്? നിന്നെ ഫോളോ ചെയ്യാനോ? എത്ര നാളത്തേക്ക്? അതെനിക്ക് അറിഞ്ഞൂടാ. മേ ബി ആഴ്ചകൾ മതിയാകും, മേ ബി മന്ത്സ് ആകും, ചിലപ്പോൾ ഇയേഴ്സ് ആകും, ഡെക്കേഡ്സ് ആയിരിക്കും. പക്ഷേ ഉള്ളത് ഞാൻ പറയാം. ചോയ്സ് നീ ഇപ്പോൾ എടുക്കണം. സിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ നീ നിൻ്റെതായ ലൈഫ് ജീവിച്ചു പോയിക്കോളും. പക്ഷെ നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ 99% നീ മരിക്കാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ നീ എന്തായിരിക്കും ഇവിടെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, നിങ്ങൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് സിയോൺ എന്ത് തിരഞ്ഞെടുക്കും? തിരിച്ച് ന്യൂയോർസിലേക്ക് പോകുമോ അതോ ഈ കിളവനെ ഫോളോ ചെയ്യുമോ? താഴെ കമന്റ് ചെയ്ത് പറഞ്ഞേക്ക്.